അപ്പോൾ ഹായ്, എങ്ങനെയുണ്ട്? കഴിഞ്ഞ നമ്മളെ വീഡിയോ പഹൽഗാമിലെ കാഴ്ചകളും കുതിരസവാരിയൊക്കെ ആയിരുന്നു. ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള കുതിരസവാരിയൊക്കെ തന്നെ. എങ്ങനെയുണ്ടായിരുന്നു കുതിരസവാരിയും ആ വീഡിയോ ഒക്കെ? ആ വീഡിയോ കാണാത്തവരെ വീഡിയോ കാണാം, അതിൻ്റെ ലിങ്ക് ഇവിടെ മുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ശ്രീനഗറിലെ ഏറ്റവും പ്രസിദ്ധമായ മുസ്ലിം പള്ളി ഹസ്രത്ബാൽ അല്ലെങ്കിൽ ദർഗാ ഷെരീഫ് എന്നൊക്കെ വിളിക്കുന്ന പള്ളിയിലേക്കാണ്. നമ്മൾ ഇന്ന് ഇവിടുന്ന് ശ്രീനഗറിൽ നിന്ന് വിടുകയാണ്, കാർഗിലിലേക്കാണ്. നമ്മളിന്ന് സോനാമാർഗ് കാർഗിലിലേക്കാണ് പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ സോനാമാർഗിൻ്റെയും കാർഗിലിൻ്റെയൊക്കെ കാഴ്ചകളാവും. അപ്പോൾ ഇന്ന് നമ്മൾ ശ്രീനഗറിൽ ഇനി ബാക്കി കാണാനുള്ള ഹസ്രത്ബാൽ, നിഷാദ് ബാഗ് ഗാർഡൻ, മുഗൾ ഗാർഡൻ ഒക്കെയാണ് ഈ വീഡിയോ ഉൾപ്പെടുത്താൻ ആലോചിക്കുന്നത്. ഏതായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഹസ്രത്ബാലിൻ്റെ കാഴ്ചകളാണ്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഏറ്റവും പ്രസിദ്ധമായ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു പള്ളിയാണ് ഹസ്രത്ബാൽ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രാധാന്യമൊക്കെ നമുക്ക് വഴി പറയാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി വീഡിയോയിലേക്ക്. ശ്രീനഗറിലെ പ്രസിദ്ധമായ ഹസ്രത്ബാൽ മസ്ജിദിൻ്റെ ഈ ഭാഗത്തുള്ള ഗേറ്റാണ് ഈ കാണുന്നത്. ഇവിടെയാണ് നമ്മൾ വണ്ടി വന്നിറങ്ങിയത്. ഇവിടെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ നമുക്ക് കാണാം, പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്ന ഒരുപാട് പ്രാവുകൾ നമ്മൾ ഇവിടെ ഉണ്ട്. നല്ലൊരു കാഴ്ചയാണിത്. ഈ ഒരു പാത ചെന്ന് ചേരുന്നത് ദാൽ ലേക്കിലാണ്. ഇതാണ് ദാൽ ലേക്കിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ദാൽ ലേക്കിൻ്റെ തീരത്ത് തന്നെയാണ്, ദാൽ ലേക്കിനോട് ചേർന്ന് തന്നെയാണ് ഈ പ്രസിദ്ധമായ ഹസ്രത്ബാൽ മസ്ജിദായി കാണുന്ന മസ്ജിദ്. ഹസ്രത്ബാലിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ മുടി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള പള്ളിയാണ് ഈ ദർഗാ ഷെരീഫ് എന്ന് വിളിക്കുന്ന ഹസ്രത്ബാൽ എന്നാണ് പറയുന്നത്. 1635 പ്രവാചക പരമ്പരയിൽപ്പെട്ട സയ്യിദ് അബ്ദുള്ള മദനി എന്ന ആളാണ് മദീനയിൽ നിന്ന് സൗത്ത് ഇന്ത്യയിലെ ബീജാപൂരിൽ ഈ മുടിയുമായി എത്തി അവിടെ താമസമാക്കിയത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകൻ സയ്യിദ് ഹമീദാണ് ഈ മുടിയുടെ കൈവശക്കാരനായിരുന്നത് എന്ന് പറയുന്നു. ആ സമയത്ത് മുഗൾ സാമ്രാജ്യം നാൾക്ക് നാൾ വിസ്തൃതി കീഴടക്കി, എല്ലാ പ്രദേശങ്ങളും കീഴടക്കി വന്നിരുന്ന ഒരു സമയമായതുകൊണ്ട് ഇതിൻ്റെ കൈവശം തൻ്റെ നിന്ന് നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന സയ്യിദ് ഹമീദ് എന്നയാൾ കാശ്മീരിലെ ഒരു ധനികനായ ഒരു ബിസിനസ് പ്രമാണിയായിരുന്ന ഖാജ നൂറുദ്ദീൻ ഇഷായി എന്നയാൾക്ക് ഈ മുടി കൈമാറുകയും ഇതിൻ്റെ കൈവശം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. അന്നത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസീബ് ഈ ഒരു മുടിയെക്കുറിച്ചും ഇങ്ങനെ ഒരു ഇടപാട് ഇദ്ദേഹം കൈമാറിയതിനെക്കുറിച്ചും അറിയുകയും അദ്ദേഹം ഈ മുടി പിടിച്ചെടുക്കുകയും ചെയ്തു. പ്രവാചകൻ്റെ മുടി പിടിച്ചെടുക്കുകയും ചെയ്ത് ഈ ഇഷായിയെ ഡൽഹിയിൽ തടവിലിട്ടു എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്. എന്നാൽ 9 ദിവസത്തിന് ശേഷം ഔറംഗസീബ് സ്വപ്നത്തിൽ പ്രവാചകനെ ദർശിക്കുകയും 4 ഖലീഫമാരോടൊത്ത് പ്രവാചകനെ ദർശിക്കുകയും ഈ മുടി കാശ്മീരിലേക്ക് കൊണ്ടുപോകാൻ പ്രവാചകൻ ഔറംഗസീബിനോട് കൽപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതുപ്രകാരം ഈ മുടിയുമായി ഇഷായിക്ക് ഡൽഹി വിട്ട് കാശ്മീരിലേക്ക് പോകാൻ ഔറംഗസീബ് അനുമതി നൽകിയെങ്കിലും ആ സമയം കൊണ്ട് അദ്ദേഹം തടവറയിൽ ഇഷായി മരണപ്പെടുകയായിരുന്നു ചെയ്തു. പിന്നീട് ഏതാണ്ട് 1700 ഈ ഇഷായിയുടെ ബോഡിയും അതുപോലെ ഈ മുടിയും കാശ്മീരിലേക്ക് അയക്കുകയും ഇഷായിയുടെ മകളായ ഇനായത്ത് ബീഗം ഈ ഹസ്രത്ബാൽ എന്ന ഈ മസ്ജിദ് നിർമ്മിച്ച് ഇവിടെ ആ മുടി സൂക്ഷിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഈ ഇനായത്ത് ബീഗത്തിൻ്റെ പരമ്പരയിൽ വന്ന പുരുഷന്മാർക്കായിരുന്നു പിന്നെ ഇതിൻ്റെ കൈവശം എന്ന് പറയുന്നത്. അങ്ങനെ ഇത് ഇപ്പോൾ പ്രവാചകൻ്റെ ജന്മദിനമായ റബീഉൽ അവ്വൽ 12-നും മറ്റുമൊക്കെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മുടി പൊതുജനങ്ങൾക്ക് പ്രദർശിപ്പിക്കാറുണ്ട് എന്ന് പറയുന്നു. അതിനുശേഷം മറ്റുള്ള ദിവസങ്ങളിൽ ഇത് മറ്റാർക്കും ദർശിക്കാൻ സാധ്യമല്ല, മറ്റാർക്കും കാണിച്ചു കൊടുക്കാറില്ല എന്നാണ് ചരിത്രം ഇതിൽ പറയുന്നത്. അതിനുശേഷം 1963 ഈ മുടി ഇവിടുന്ന് നഷ്ടപ്പെട്ടതായിട്ട് റിപ്പോർട്ട് വരികയും അതിൻ്റെ പിറകെ വലിയ കലാപങ്ങൾ ഈ കാശ്മീരിലും അതുപോലെ അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്ന കിഴക്കൻ ബംഗാളായിരുന്ന ബംഗ്ലാദേശിനൊക്കെ ഉണ്ടാവുകയും ഏകദേശം 2 ലക്ഷത്തോളം ആളുകൾ പലായനം ചെയ്യേണ്ടി വന്നു. തുടർന്ന് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അന്വേഷണം പ്രഖ്യാപിക്കുകയും CBI അന്വേഷണം ഏൽപ്പിക്കുകയും ചെയ്ത് 1964 ആ മുടി വീണ്ടെടുത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ സംഭവം രാഷ്ട്രീയക്കാരുടെ അവരുടെ ഒരു ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു ഇതാണ് എന്നൊക്കെ പിന്നീട് ആരോപണം വന്നിട്ടുള്ളതാണ്. ഏതായാലും
ഈ ഹസ്രത്ബാൽ എന്ന് പറയുന്ന ഈ മസ്ജിദ് പിന്നീട് വാർത്തകൾ വരുന്നത് അതിനിടയിലൊരു ഭീകരാക്രമണവും വെടിവെപ്പൊക്കെ നടന്ന സമയത്താണ്. ഏതായാലും കാശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് ഈ ഹസ്രത്ബാൽ. അപ്പോൾ ഹസ്രത്ബാലിലെ കാഴ്ചകൾ ഇവിടെ മതിയാക്കുകയാണ്. ഞാൻ അകത്ത് കയറുന്നില്ല വിചാരിച്ച് പിന്നെ കയറി. പക്ഷേ അകത്ത് വീഡിയോ എടുക്കാൻ നമുക്ക് പരിമിതിയുണ്ട്. ചെറിയ രീതിയിലൊക്കെയുള്ള ഒരു വീഡിയോ എടുക്കാനേ പറ്റുള്ളൂ. അവിടെ പോലീസൊക്കെ ഉണ്ട് കൊണ്ട് അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിച്ച് നമ്മൾ അടുത്ത നിഷാദ് ബാഗിലേക്കുള്ള യാത്രയിലാണ്.